കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആര്യ എംബ്രോയ്ഡറിയെ കുറിച്ച് പറഞ്ഞു. അന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ചെയിൻ സ്റ്റിച്ചാണ് കാണിച്ചത്. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഫ്രെയിം നമുക്ക് അന്ന് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തത് നമ്മൾ ഈ ഫ്രെയിമിലാണ് അന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തത്. ഈ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആര്യ വർക്ക് ചെയ്യാം. പക്ഷേ ആര്യ വർക്ക് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നൂല് താഴെ വെച്ചിട്ടാണ് ആര്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രെയിമും പിടിച്ച് നൂലും കൂടെ പിടിച്ച് വർക്ക് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ആര്യ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ ആര്യ ഫ്രെയിമിൽ തന്നെ ചെയ്യാൻ പറയുന്നത്. നേരെ മറിച്ച് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സൂചിയിൽ നമ്മൾ നൂല് കോർത്തിട്ടാണ് ചെയ്തു പോകുന്നത്. ഇപ്പം ആര്യ എംബ്രോയ്ഡറിയുടെ ഫ്രെയിം ഇല്ല എങ്കിൽ പോലും നമുക്ക് ഈ ഫ്രെയിം വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത്തിരി പാടായിരിക്കും. കാരണം ഇതിൽ വർക്ക് ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് നമുക്കെന്ന് പറഞ്ഞാൽ അടിയിൽ നൂലും വരും. ഈ ഫ്രെയിമും കൂടെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് നൂല് മേലോട്ട് കുത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഈ ഫ്രെയിം ഉപയോഗിക്കാൻ പാടാണ്. അപ്പം നമുക്ക് ഇനി അടുത്തത് ആര്യ എംബ്രോയ്ഡറിയുടെ ഫ്രെയിം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ വാങ്ങിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആര്യ എംബ്രോയ്ഡറിയുടെ ഫ്രെയിം കിട്ടുന്നത് നമുക്ക് ഇതുപോലെയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കായിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇതിന് 4 കാലുണ്ട്. ആ കാല് ഇതിനകത്ത് സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഒന്ന് ലൂസാക്കിയതിന് ശേഷം തിരിച്ച് പിടിച്ചുകൊണ്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് സ്ക്രൂ ഇടുക. അതിലേക്ക് നമ്മൾ ആ കാല് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നല്ലോണം അത് മുറുക്കി കൊടുക്കണം. അതുപോലെ ഓരോ കാലും അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ടൈറ്റായി തന്നെ നിൽക്കണം. നമ്മൾ ഫ്രെയിമിനകത്ത് നമുക്ക് ഫ്രെയിം അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഫ്രെയിമിൽ സ്ക്രൂ ഉള്ള ഫ്രെയിമുണ്ട്, അതിനകത്ത് സ്ക്രൂ ഇല്ലാത്തൊരു ഫ്രെയിമുണ്ട്. അപ്പോൾ സ്ക്രൂ ഇല്ലാത്ത ഫ്രെയിമാണ് ആദ്യം നമ്മൾ ഇതിനകത്ത് റിങ് ആര്യ ഫ്രെയിമിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തുണി ഇടുക. തുണി അതിന് മുകളിലായിട്ട് ഇടുക. എന്നിട്ട് റിങ്ങിനകത്ത് സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ ഉള്ള റിങ് നമ്മളിട്ട റിങ്ങിൻ്റെ മുകൾ വശത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ സ്ക്രൂ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇട്ടേക്കുന്ന തുണി നല്ലതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. കാരണം നല്ല ടൈറ്റായി നിന്നെങ്കിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ആര്യ നീഡിലിനകത്ത് നമ്മൾ കുറച്ച് നൂല് ചുറ്റി കൊടുക്കുക. കാരണം നമ്മുടെ കൈ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നൂല് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ നീഡിൽ മുന്നോട്ടും ബാക്കിലോട്ടും പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈക്ക് വേദന വരും കുറേ പിടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ കുറച്ച് നൂലെടുത്ത് അതിൽ ചുറ്റാൻ പറയുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് പറഞ്ഞു തരുന്നില്ല, എങ്ങനെയാണ് നീഡിൽ പിടിക്കേണ്ടതെന്ന് മാത്രമേ നീഡിൽ പിടിച്ച് നമ്മൾ തുണിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യും എന്നത് കാണിച്ചു തരികയാണ്. അപ്പോൾ നീഡിൽ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാല് വിരലിനെ ഇങ്ങനെയാണ് നീഡിൽ നിർത്തേണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ തള്ള വിരൽ ഈ 2 വിരലിനെയും നടുക്കായിട്ട് നിർത്തുക. അപ്പോൾ ഇങ്ങനെ നിൽക്കും. നിന്നതിന് ശേഷം നമ്മൾ നേരെ താഴേക്ക് സൂചി കുത്തി ഇറക്കുക. തള്ള വിരൽ ഫ്രണ്ടിലേക്കൊന്ന് പോവുക. ബാക്കിലേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സൂചി മുകളിലേക്ക് പോരണം.
ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ പിടിക്കുക, സൂചി താഴേക്ക് കുത്തി ഇറക്കുക, തള്ളവിരൽ ഫ്രണ്ടിലേക്കൊന്ന് പോവുക, ബാക്കിലേക്ക് തിരിച്ച് പിടിക്കുമ്പോൾ നീഡിൽ മുകൾ വശത്തേക്ക് വരും. അതുപോലെ തന്നെ നൂല് പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയുടെ ഇടത് വശം ഈ 2 വിരൽ ഒഴിച്ചിട്ട് ബാക്കി 3 വിരൽ മടക്കി പിടിക്കുക. ഈ 2 വശത്തായിട്ടാണ് നൂല് പിടിക്കുന്നത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ നൂല് പിടിക്കുന്നത്. അപ്പം നമ്മൾ സൂചി താഴേക്ക് ഇറക്കുക, ഈ 4 വിരലിൻ്റെ ഇടയിൽ നീഡിൽ നിർത്തുക. ഇങ്ങോട്ടൊന്നും പോവരുത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങ് മടങ്ങിപ്പോവും. അങ്ങനെ പോവരുത്, ഇങ്ങനെ തന്നെ നിർത്തണം. നിർത്തിയിട്ട് ഈ 2 വിരലിൻ്റെ ഇടയിൽ സൂചി താഴേക്ക് ഇറക്കുക, തള്ളവിരൽ ഫ്രണ്ടിലേക്ക് പോവുക, ബാക്കിലേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ നീഡിൽ മുകളിലേക്ക് കയറി വരും. നൂല് ചുറ്റുന്നതും സ്റ്റിച്ചിങ്ങും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം.